മേ മേഘങ്ങൾ പെയ്യുന്ന രാവിൻ്റെ മാറിൽ നിറമിഴിയോടെ നീ നിന്നു. മേഘങ്ങൾ പെയ്യുന്ന രാവിൻ്റെ മാറിൽ നിറമിഴിയോടെ നീ നിന്നു. കാലം മായ്ക്കാത്ത ഓർമ്മ തൻ ചെപ്പിൽ, കാലം മായ്ക്കാത്ത ഓർമ്മ തൻ ചെപ്പിൽ നീയൊരു പനി നീ പൂവായി, നീയൊരു പനി നീർ പൂവായി. പുരാണം സംസാരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയായിരുന്നു. തുടക്കത്തിൽ അതൊരു വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം നമ്മൾ സാധാരണ സംസാരിക്കുന്നൊരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവിടെ നമുക്ക് സ്ക്രിപ്റ്റ് തരുന്നു. ആ സ്ക്രിപ്റ്റ് നോക്കി ദൈവമേ ഇതാകുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ട് വരാണ്. പിന്നെ എനിക്കൊരു ഗുണം ചെയ്തത് ഈ പുരാണം ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് പൗരാണികമായൊരു രീതിയുണ്ട്, ഒരു ട്യൂൺ. സാധാരണ പറയുന്ന പോലെ ഒരു ട്യൂണല്ല. അപ്പം ഞങ്ങൾ ഈ പള്ളിയിൽ കുർബാന ചൊല്ലുന്ന ഒരു ട്യൂണ് മനസ്സിലുണ്ട്, പണ്ട് കോയറൊക്കെ പാടിയിട്ടുള്ളുണ്ട്. എനിക്ക് അതുകൊണ്ട് അത് പെട്ടെന്ന് കയറി പിടിക്കാൻ പറ്റി. ഈ പാട്ട് പാടുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് കയറി പിടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഗുണം കിട്ടി. പിന്നെ വാക്കുകൾക്ക് വ്യക്തത ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. അത് നമ്മൾ പറഞ്ഞ് ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ഒരിക്കലുമല്ല. പിന്നെ അട്ടഹാസം, അതെ. അതിനകത്ത് വല്ല മറ്റേ ഈ അസുര രാജാക്കന്മാരുമാരാണ് കിട്ടിയെങ്കിൽ തൊണ്ടയുടെ ഇടപാടും തീരും. ഞാനിപ്പോ ചെയ്യുന്ന ബാലി ഒരു രക്ഷയില്ല. ചിലപ്പോ കണ്ടു കാണും, വീരാമൻ സൂര്യയിലുണ്ട്, കണ്ടോക്കൂ. ബാലി എന്ന കഥാപാത്രമാണ് ചെയ്തത്. അതെ, എന്റെ അച്ഛനായിട്ട് ഇന്ദ്രൻ. ഇന്ദ്രനൊരു വില്ലനായിട്ടാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് പലപ്പോഴും പുരാണത്തിൽ ഇന്ദ്രനൊരു വില്ലനായിട്ട് തന്നെയാണ് പല ഇതിലും വരുന്നത്. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ശരിക്കും കൃഷ്ണൻ ചെയ്യുമ്പോഴായിരുന്നു. ഈ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു, ഡബ് ചെയ്യാൻ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്. ഒരു കണക്കിന് നമ്മൾ എത്രയോ ഭാഗ്യവന്മാരല്ലേ ഡബിങ് ഫീൽഡിൽ. ആൾക്കാർ എങ്ങനെ ഡബ് ചെയ്തിരുന്നത്? അതെ അതെ അതെ. അതായത് പണ്ട് കാലങ്ങളിലുള്ള ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ സ്പൂളിലായിരുന്നു. സ്പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ വീഡിയോ പ്ലെയറിൻ്റെ അത്രയും വീതിയുള്ള ഒരു ചെറിയ ഫിലിമാണ്. ആ ഫിലിം ഓടുമ്പോൾ അത് ഡയലോഗ് എല്ലാവരും ഇങ്ങനെ റെഡിയായി നിൽക്കണം. ആ ഡയലോഗ് കാണാപ്പാടം പഠിച്ച് വെക്കണം. എന്നിട്ട് ഈ സ്പൂള് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ടേക്ക് പറയുന്ന സമയത്ത് ഇത് പറയണം. ഇത് പറയുന്ന ആ ലിപ്പിന് ഒത്തില്ലെങ്കിൽ വീണ്ടും ടേക്ക് പോകാം, അവരുടെ ഫിലിം നഷ്ടമാവും. പിന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം കൂടുതൽ ടേക്ക് പോയി കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ദേഷ്യപ്പെടാൻ തുടങ്ങും. കാശ് കറങ്ങിത്തീരുക, ഇവൻ ശരിയാക്കുന്നില്ല. പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ്. ഈസിയല്ല, റെക്കോർഡിങ് പ്രോസസ്സ് മെത്തേഡ് ഈസിയാണ്. കാരണം നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ടേക്ക് എടുക്കാം, നഷ്ടങ്ങളൊന്നുമില്ല. അത് ഡിലീറ്റ് ചെയ്യുക, അടുത്ത് എടുക്കുക, അത് ഡിലീറ്റ് ചെയ്യുക, അടുത്ത് എടുക്കുക. ശരിയാവുന്നവരെ കൊണ്ട് നമ്മൾ എടുപ്പിക്കുകയും ചെയ്യും. സ്റ്റുഡിയോയിൽ നമ്മൾ ഒരാളുണ്ടാവുള്ളൂ ആ സമയത്ത്. പക്ഷേ 5-6 പേര് ഒരു മൈക്കിന് ചുറ്റി നിന്നിട്ടാണ്. അതെ അതെ, 5-6 പേരുടെ സമയം. 6 പേരൊന്നും അല്ല. പഴയ ആളുകൾ പറയുന്നത് കേൾക്കാം, ഒരു പറ്റം ആളുകൾ. കാരണം ആ സമയത്ത് ക്രൗഡ് എല്ലാം ആ സമയത്ത് എടുത്തു പോയി. ഇതിപ്പം ക്രൗഡ് വേറെ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ക്രൗഡ് ചെയ്യും, നമ്മൾ കുറേ ആർട്ടിസ്റ്റുകളുടെ ചെയ്യും, എല്ലാവരും ഒറ്റയ്ക്കും അങ്ങനെ ഒരു ഗ്രൂപ്പുമായിട്ടാണ് വരുന്നത്. പക്ഷേ പണ്ട് ഇതെല്ലാം ഒന്നിച്ച് എല്ലാവരും നിൽക്കുമ്പോഴാണ് ഈ ലീഡ് ചെയ്യുന്ന ആളും ചെയ്യേണ്ടത് അപ്പോഴാണ്. അല്ലാത്തൊരു ചുറ്റും നോക്കി നിൽക്കുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ ഡബ്ബിങ്ങിന്. ഇപ്പം കുറച്ചുകൂടി അത് ഈസിയായി. ഇനിയിപ്പം എന്താ പറയുക, എയുടെ കാലമാണ്. പക്ഷേ എ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം അത് വിജയിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ശബ്ദം മാറ്റുന്നൊരു ടെക്നിക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം എൻ്റെ ശബ്ദം ഒരു 20 സെക്കൻഡ് അതിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം അത് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല ഈ ഡൈനാമിക്സ് ഒക്കെ. പല ആളുകളോട് ഞാൻ നേരിട്ട് സംസാരിച്ചു, ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് സംസാരിച്ചതിൽ നമ്മൾ കൊടുക്കുന്ന ഡൈനാമിക്സ് ഉണ്ട്. അതായത് ഫീല്, ഇപ്പം ഒരു കരയുന്ന ഡയലോഗ്, ഇതൊന്നും എക്ക് പിടികിട്ടിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുക. ഇനി അതെന്ന് ആവുന്നോ അന്ന് തീർന്നു. അതെ അതെ അതെ, ഞങ്ങളെക്കാൾ അധികം ആർട്ടിസ്റ്റുകൾക്കാണ് പാര. കാരണം ഇപ്പോൾ ഒത്തിരി വെബ് സീരീസ് ഇപ്പോൾ ഞങ്ങൾ തന്നെ ഡബ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. AI വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടും നടന്മാരും നടിമാരെയും ഉണ്ടാക്കിയിട്ട് അവർ പുതിയ കഥകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്.
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ തന്നെ ഡബ് ചെയ്ത് ഒരു എനിക്കൊന്നൊരു 6 മാസം മുമ്പാണ് ഞാൻ ചെയ്തത്. ദിനോമുക്ക് എന്ന് പറഞ്ഞിട്ട്, ദിനോസറിനെ പറ്റി. അതെ, ദിനോമുക്കിൻ്റെ അതിൻ്റെ നരേഷൻ ഞാനാണ് കൊടുത്തിരിക്കുന്നത്. അത് അവർ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്, പക്ഷേ സെറ്റായില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടി. അത് ഭയങ്കര ഹിറ്റായിരുന്നു. ദിനോമുക്ക് പാലക്കാട് ജില്ലയിൽ ദിനോസറിനെ വളർത്തുന്ന ഒരു മുട്ടകൾ അത് കൃഷിക്ക് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൻ്റെ കാഷ്ടം കൃഷിക്ക് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമാണ്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ദിനോമുക്ക്. അത് വീഡിയോ ഫുൾ ചെയ്തിരിക്കുന്ന, അതിനകത്ത് വ്യക്തികളും സ്ഥലങ്ങളെല്ലാം ആണ്. അത് കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു എന്നാ പറഞ്ഞു, ഇതിന്റെ മുട്ട കിട്ടാൻ വല്ല വഴിയുണ്ടോ, മാംസം കിട്ടാൻ വഴിയുണ്ടോ ദിനോസറിന്റെ. അത്രയും രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മളൊരു കാർഷിക രംഗമൊക്കെ കാണുന്ന പോലെ. അതെ അതെ. അത് ഞാനെന്താ പറഞ്ഞാൽ, എനിക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, സൂര്യൻ ടി വിയിൽ ഞാൻ ഭൂമി മലയാളം എന്ന് പറഞ്ഞൊരു കൃഷിയുടെ പ്രോഗ്രാം ചെയ്തിരുന്നു. അതെനിക്കൊന്നൊരു 180 എപ്പിസോഡുകളും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു നരേഷൻ സ്റ്റൈലാണ് ഇവർ എന്നോട് പറഞ്ഞത്. ശരിക്കും ഒരു കോമഡിയിൽ എടുത്തു തരാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എടാ ഇത് കോമഡി ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കില്ല, ഇത് ഒരു നരേഷൻ ടൈപ്പ്, അതായത് ഒരു ഒറിജിനൽ സീരിയസ് ആയിട്ട് തന്നെ എന്നെ അപ്രോച്ച് ചെയ്ത് ഞാൻ. അപ്പോൾ അവർക്ക് രണ്ടും ഞാൻ എടുത്തു കൊടുത്തു. അവർ തന്നെ പറഞ്ഞു കോമഡി ഇട്ടപ്പോൾ ശരിയായില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സീരിയസ് പോർഷൻ തന്നെ ഇട്ടു. അതുകൊണ്ട് തന്നെ അത് എത്രയോ മില്യൺസ് വ്യൂ ഉണ്ടായിരുന്നു. അവർക്കത് ഭയങ്കര, അവരുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. ഈ അജിത്തിന് ഒരുപാട് സിനിമകൾ ഡബ് ചെയ്തു. അതെ അതെ. നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതെ, പലപ്പോഴും നമുക്ക് ആഗ്രഹമുള്ള, എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള, അദ്ദേഹം വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തെ കാണണം എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം ചെന്നൈയിൽ വെച്ച് കാണാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. അന്ന് അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പം ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മാനേജർ എന്നെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണാനുള്ള ശ്രമമാണ് നടത്തിയത്. കാരണം ശ്രീജ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം പ്രശസ്തമായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അവർ വഴിയാണ് ഞാൻ ഇതിനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ നടന്നില്ല അന്ന്. പക്ഷേ എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും അദ്ദേഹത്തെ കാണാൻ സാധിക്കും എന്ന്. അദ്ദേഹം ഉറപ്പായിട്ട് എൻ്റെ ശബ്ദം കേട്ട് കാണും, പക്ഷേ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ചിയാൻ വിക്രത്തിനൊരു ഏതൊരു പടം ചെയ്ത സമയത്ത് അദ്ദേഹം വിളിച്ചു, എന്നെ വിളിച്ചില്ല, സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു പറഞ്ഞു, അത് ഡബ് ചെയ്തത് വളരെ മനോഹരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചില നടന്മാരൊക്കെ വിളിക്കാറുണ്ട്, നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചില ആളുകളൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ ആരും ഇതൊന്നും നോക്കാൻ പോലും അവർക്ക് സമയമില്ല. അവർക്കൊരു പ്രോജക്റ്റിൽ നിന്ന് വേറെ പ്രോജക്റ്റിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു പക്ഷേ നോക്കാൻ സമയമില്ലാതെ, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാവാം നമ്മളെ ഒന്നും ശ്രദ്ധിക്കാതെ പോയത്. നമുക്ക് ഒരു പാട്ടായിരുന്നു, അതൊരു ന്യായമായ ചോദ്യമാണ്. ശരിക്കും ഞാനൊരു പാട്ടുകാരനായിരുന്നു, പക്ഷേ ഈ ഡബ്ബിങ്ങിലേക്ക് വന്നതിന് ശേഷം പാട്ട് ഒന്ന് ഒതുങ്ങിപ്പോയി എന്ന് പറയാം. അപ്പം അതുകൊണ്ട് ആരും ഒരു ഗംഭീര പാട്ട് പ്രതീക്ഷിക്കരുത്. പാട്ട് അത്യാവശ്യം എഴുതും, അത്യാവശ്യം സംഗീതം ചെയ്യും, എല്ലാ പരിപാടിയും കയ്യിലുണ്ട്. അപ്പം ഞാൻ തന്നെ ഒരു പാട്ടും. അതെ, അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ എന്താ പറയുക, കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു പാട്ടും ഞങ്ങൾക്ക് പാടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അപ്പം ഇവിടെ വന്നപ്പം ഇക്ക പറഞ്ഞു കോപ്പിറൈറ്റ് അടിക്കാത്ത പാട്ടുണ്ടെങ്കിൽ, അപ്പം ഞാൻ നോക്കിയപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാത്ത ഒരേ പാട്ടുള്ളൂ, ഞാൻ എഴുതി ലൈവ് ട്യൂൺ ചെയ്ത് പാടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരെണ്ണം സെറ്റാക്കി ഒരു 4 വരി അന്നേരം ഞാൻ ചുമ്മാ ഒന്ന് എഴുതി വെച്ചതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ട്യൂൺ ചെയ്ത് പാടാൻ ശ്രമിക്കാം. മേഘങ്ങൾ പെയ്യുന്ന രാവിൻ്റെ മാറിൽ നിറമിഴിയോടെ നീ നിന്നു. മേഘങ്ങൾ പെയ്യുന്ന രാവിൻ്റെ മാറിൽ നിറമിഴിയോടെ നീ നിന്നു. കാലം മായ്ക്കാത്ത ഓർമ്മതൻ ചെപ്പിൽ, കാലം മായ്ക്കാത്ത ഓർമ്മതൻ ചെപ്പിൽ നീയൊരു പനി നീ പൂവായി, നീയൊരു പനി നീർപ്പൂവായി.
താങ്ക് യു. അടിപൊളി. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വന്നപ്പോൾ അശോക പറയേ കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് കിട്ടിയാൽ നന്നായി. അപ്പൊ മൂപ്പര് തമാശക്ക് പറഞ്ഞ കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് വേണമെങ്കിൽ ഞാൻ തന്നെ എഴുതിയിരുന്നു. പക്ഷെ ഒന്ന് എഴുതി അപ്പൊ എന്നെ എഴുതിണ്ടാക്കിയത്. അപ്പൊ അടിപൊളി. ഞങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നുണ്ട് ഈ പാട്ട്. അടിപൊളിയുണ്ട്. ഇതുപോലെ പല കുരുത്തകളും ഒപ്പിക്കാൻ ഇതിന് മുന്നേ ഇതുപോലെ ഉണ്ടാക്കി അറിയാം. അതുപോലെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു മൂപ്പര് എന്തായാലും നമ്മൾ ഒപ്പിക്കുന്നുള്ളത്. പക്ക അടിപൊളി. നമ്മള് ഡബ് ചെയ്യാൻ കയറുമ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സെന്റി സീൻ ഡബ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നാറുള്ളത്. ബാക്കി നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുള്ളൂ. ഈ സമയത്ത് ഡബ് ചെയ്യാൻ പറ്റാതെ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? അതോ ഞാൻ മനസ്സിലായല്ലോ, അതായത് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടോ അത് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നിട്ട് കരഞ്ഞിട്ടുണ്ടോ? അതോ ആ ചെയ്ത റേഞ്ചിൽ നമ്മൾ ചെയ്തിട്ട് നമ്മൾ കരഞ്ഞു പോയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റാതെ കരഞ്ഞൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പലപ്പോഴും എനിക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ ഞാൻ കുറച്ചു നേരം കാണും. കണ്ടിട്ട് ആ ക്യാരക്ടർ ചില സമയത്ത് നമ്മൾ ചില സിനിമകൾ ഇപ്പോൾ ഒന്നും സമയമില്ലാത്തൊരു സമയമാണ്. അതായത് എല്ലാവർക്കും ധൃതിയാണ്. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധൃതിയിലാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന വഴി ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്യും. ചില ആളുകൾ നമുക്ക്, ചില ഡയറക്ടേഴ്സ് നമുക്ക് പറയും, അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടേഴ്സ് നമ്മളോട് പറയും, പിന്നെ ഇതാണ് സ്റ്റോറി. ചില ആളുകൾക്ക് അത് വ്യക്തമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും. ചിലതിൽ നമുക്ക് ഡബ് ചെയ്ത് കുറച്ചങ്ങ് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് എടാ അത് തുടക്കത്തിലിട്ടത് ശരിയായില്ല. അപ്പം ഞാൻ പറയും എക്സ്ക്യൂസ് മീ, ഞാൻ ആ തുടക്കത്തിൽ ഒന്നും കൂടെ ഒന്ന് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ അത് ക്ലിയർ ചെയ്യാറുണ്ട്. ചില സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. ശരിക്കും ചില ഈ ഇമോഷണൽ സീൻ ചെയ്യാൻ വലിയ പാടാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ചില കാര്യങ്ങൾ പോലെയുള്ള സീനുകൾ വരുമ്പോൾ നമ്മൾ അറിയാണ്ട് കരഞ്ഞു പോകും. ശരിക്കും അങ്ങനെയാണ് ഡബ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ്റെ ഒരു ചിത്രം ഭിത്തിയിലിരിക്കുന്ന ഒരു സീനിൽ നോക്കി നായകൻ അച്ഛനോട് സംസാരിക്കുക, അല്ലെങ്കിൽ അച്ഛനെ നോക്കി ദുഃഖത്തോട് പറയുന്നൊരു സീനാണ് നമ്മുടെ മുന്നിൽ കിട്ടിയതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലോട്ട് നമ്മുടെ അച്ഛൻ മരിച്ചിട്ടില്ല, നമുക്കങ്ങനെ ഒരു ദുഃഖം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഈ നായകൻ അനുഭവിക്കുന്ന ഒരു വ്യഥയുണ്ട്. ആ വ്യഥ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്കത് ഡബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡയലോഗ് പറയുമ്പം അദ്ദേഹത്തിൻ്റെ വിങ്ങലും അത് പൊട്ടിക്കരച്ചിലല്ല, അദ്ദേഹം ഹൃദയം തകർന്നിട്ട് ആ ഡയലോഗിൽ ആഡായി വരുന്നൊരു സങ്കടമാണ്. ആ സങ്കടം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് ഡബ് ചെയ്ത് വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ വെറുതെ ഫോട്ടോയിൽ നോക്കി അച്ഛാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അത് നമ്മൾ ഒറിജിനലായിട്ട് കരഞ്ഞ് നമ്മുടെ കണ്ണ് നിറഞ്ഞ് എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സമയത്ത് ചില സീൻസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കണ്ണ് അറിയാതെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ഒഴുകും. കാരണം അതിൽ ഇൻവോൾവ് ആയിട്ട് ഈവൻ നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈവൻ സൗണ്ട് എഞ്ചിനീയേഴ്സ് പോലും അത് ഡയലോഗ് സിങ്ക് അല്ലെങ്കിൽ പോലും ഒന്നും മിണ്ടാറില്ല. എല്ലാവരും സ്റ്റണ്ടായിട്ട് ഇങ്ങനെ നിൽക്കും ആ സമയത്ത്. അത് ആ കലയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. എനിക്കൊന്ന് ഷൂട്ടിംഗ് സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറാമാൻമാർക്കാണെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. നല്ലൊരു സീൻ എടുത്ത് പോവുകയാണെങ്കിൽ അത് ആരും കട്ട് ചെയ്യില്ല, ആ കട്ട് ചെയ്യാതെ സ്റ്റഡായിരുന്നു. അതുപോലുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് സ്റ്റുഡിയോയിലും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇൻവോൾവായി ഡബ് ചെയ്തെങ്കിൽ അത് വിജയിക്കുകയുള്ളൂ. അത് ഈവൻ കോമഡി ആണെങ്കിലും ഏറ്റവും കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം വർക്കൗട്ട് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് തന്നെ ചെയ്യണം. നമുക്ക് ആ സങ്കടം ഉള്ളിൽ വരണം. അതെ, എനിക്ക് ചില സമയത്ത് തോന്നിയൊരു കാര്യം വെച്ചാൽ ഡബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പറയും ചേട്ടാ സങ്കടപ്പെട്ട് പറയുന്ന ഡയലോഗായിരിക്കും, ചേട്ടാ അതിന് ക്ലാരിറ്റി കുറച്ചും കൂടി കാണും. ഞാൻ പലപ്പോഴും ആലോചിക്കുമ്പോഴും ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാറുള്ളതാണ്. കരഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എവിടെയാണ് ക്ലാരിറ്റി വരിക എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ പോസ്റ്റ് പ്രൊഡക്ഷന്മാർക്ക് അത് വേണം. അല്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ചില ഡബ്ബിങ്ങിന് നമ്മൾ ചെല്ലുമ്പം നമ്മൾ പലപ്പോഴും ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന സൗണ്ട് എഞ്ചിനീയറും പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറും അല്ലെങ്കിൽ ഡയറക്ടറാണ് നമ്മുടെ മേലധികാരി എന്ന് പറയുന്നത്. ആ രീതിക്കാണ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് നമുക്ക് ചെയ്തു വെക്കേണ്ട ഒരു സംഗതി കൂടി ഇതിനകത്തുണ്ട്. ഒരു ഗതികേട് എന്ന് തന്നെ പറയണം. ചില ആളുകൾക്ക് നമുക്കറിയാം, നമുക്കിത്രയും ഇപ്പോൾ എനിക്ക് 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കറിയാം ആ ഡയലോഗ് എങ്ങനെ പോയാൽ അത് ഭംഗിയാവും, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്താൽ ഭംഗിയാവും എന്ന് എനിക്കറിയാം. പക്ഷേ അവിടെ ഇരിക്കുന്ന അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാനാണ് നമ്മൾ ബാധ്യസ്ഥർ. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ കരച്ചിലിൻ്റെ ഇടയിൽ ചില സമയത്ത് ക്ലാരിറ്റി വേണ്ടി വരില്ല, ചില അക്ഷരങ്ങൾ തെളിഞ്ഞു വന്നെന്നിരിക്കില്ല. അപ്പോൾ അതിൻ്റേതായ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ചില ഡബ്ബിങ്ങിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും. ചിലപ്പം നമുക്ക് ഇച്ചിരി സ്വാതന്ത്ര്യമൊക്കെ തരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സാറേ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തോട്ടെ, ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ. ഇപ്പോൾ ചിലർ പറയും ആ ചെയ്ത് നോക്ക് സാർ എന്ന് തിരിച്ചും പറയും. പക്ഷേ നമ്മൾ പറയുന്നത് ചിലർ വേണ്ട
ഇതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒരക്ഷരം അത് കഴിയുന്നവരെ മിണ്ടില്ല. അവർ പറയുന്നത് മാത്രം ഡബ് ചെയ്ത് വെച്ചിട്ട് ഒരു അങ്ങനെ ചില സാഹചര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ചിലവര് മിക്കതും നമ്മൾ പറഞ്ഞ അംഗീകരിക്കുന്നവരുണ്ട്. അതെ, അതെ, നല്ലൊരു ശതമാനം ആളുകളും നമ്മൾ പറയുന്ന അംഗീകരിക്കുന്നവരാണ്. വളരെ വിരളമായിട്ടുള്ള ചില ആളുകളുണ്ട് ഈ ഞാൻ പറയുന്നത് ചെയ്താൽ മതി നീ എന്നുള്ളൊരു ഭാഗത്തിലിരിക്കുന്നത്. അതെല്ലാ ഫീൽഡിലും ഉണ്ട്. എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ.